الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ആഴ്ചതോറും നടത്തി വരാറുള്ള മതപഠന ക്ലാസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും അവന്റെ പൊരുത്തത്തിലുള്ള ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് മുടങ്ങാതെ വന്നിരുന്ന പല സഹോദര സഹോദരിമാരും രോഗം കാരണമായി ഹോസ്പിറ്റലുകളിലും വീടുകളിലും വിശ്രമിക്കുന്നവരുണ്ട്. അല്ലാഹു അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. പലരും മരണപ്പെട്ടുപോയി, അവരുടെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയ ഇസ്മുക്ക എന്ന സഹോദരന്റെ ബർസഖിയായ ലോകം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ്. ഞങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുന്ന സ്വാലിഹായ മക്കളെയും കുടുംബങ്ങളെയും ആത്മാർത്ഥമായി ഞങ്ങളെ സ്നേഹിക്കുന്ന കൂട്ടുകാരെയും നീ ഉണ്ടാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി കുറച്ചുകൂടെ സൂചിപ്പിക്കാനുണ്ട്. സൗമ്യമായിട്ടുള്ള പെരുമാറ്റം, സൗമ്യതയോടുകൂടെയുള്ള നമ്മുടെ സംസാരങ്ങൾ കൂട്ടുകാരോടും കുടുംബങ്ങളോടും ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും മക്കളോടും നമ്മുടെ വിദ്യാർത്ഥിനികളോടും നമ്മൾ ഇടപഴകുന്ന ഏതെല്ലാം ജനവിഭാഗങ്ങളുണ്ടോ ഈ വിഭാഗങ്ങളോടൊക്കെ സൗമ്യതയോടുകൂടെയാവണം നിങ്ങളുടെ പെരുമാറ്റം ഉണ്ടാവേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനും ഹദീസും നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു. വിട്ടുവീഴ്ചയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ സൗമ്യത, സൗമ്യ മനോഭാവം. പ്രവാചകന്മാരുടെയൊക്കെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ സൗമ്യതയായിരുന്നു. കാരണം ഓരോ പ്രവാചകന്മാരും ആ സമൂഹത്തോട് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അവർ അനുഷ്ഠിച്ചിരുന്ന തിന്മകളാണ് എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ ധാരാളം എതിർപ്പുകൾ ആ സമൂഹത്തിൽ നിന്നുണ്ടാകുമ്പോഴും അവരോടെല്ലാം ദേഷ്യപ്പെടാതെ സൗമ്യഭാവത്തിൽ നിന്ന് അവരുടെ ആ തിന്മയെ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് നന്മയുടെ നല്ല വഴിയിലേക്ക്, മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരുന്ന ഒരു ശീലം, സ്വഭാവമായിരുന്നു അമ്പിയാക്കളുടേത്. ഈ ഒരു ശീലവും സ്വഭാവവും ഈ സൗമ്യതാ മനോഭാവവും നമ്മുടെ ജീവിതത്തിലും വേണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആളുകൾ ഉണ്ടാകും, നമ്മെ ആളുകൾ അനുസരിക്കും. ഒരു പകയും വെറുപ്പും വിദ്വേഷവുമായിട്ട് നമ്മളോട് ആളുകൾ നടക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൗമ്യമായ പെരുമാറ്റത്തെക്കുറിച്ച് പറയുകയും
സൗമ്യമായ ഭാഷയല്ല അങ്ങ് പ്രബോധനത്തിന് ഉപയോഗിക്കുന്നത് എങ്കിൽ അങ്ങയുടെ ചുറ്റുനിന്നും ആളുകൾ ഉണ്ടാവുകയില്ല, അവരെല്ലാവരും പിരിഞ്ഞു പോകുമായിരുന്നു അങ്ങയെ അനുസരിക്കാതെ എന്നൊക്കെയുള്ള താക്കീതുകൾ, ഓർമ്മപ്പെടുത്തലുകൾ സൂറത്തു ആലു ഇമ്രാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തിയതായി കൊണ്ട് കാണാം. നമുക്കറിയാം ഉഹദ് യുദ്ധം നടന്ന ആ ഒരു സന്ദർഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലൊക്കെ നമ്മൾ ഉംറക്ക് പോയി മദീനയിലേക്ക് സിയാറത്തിന് പോകുമ്പോൾ ഉഹദ് മല കാണാനും അവിടെയുള്ള ശുഹദാക്കളെ ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഉഹദ് ശുഹദാക്കളെ സന്ദർശിക്കാൻ വേണ്ടി പോവാറുണ്ട്. ആ മലയുടെ താഴെയായി ഒരു മതിലൊക്കെ കെട്ടി അതിന്റെ മുകളിൽ കുറച്ച് കമ്പിവേലിയൊക്കെ കെട്ടി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറൊക്കെ നമ്മൾ അവിടെ കാണാറുണ്ട്. ആ സംഘടന നടക്കുമ്പോ ഒരു 50 സ്വഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പർവ്വതത്തിന്റെ ഒരു മുകളിൽ നിർത്തിയിരുന്നു. അവർ അമ്പയത്തിൽ വിദഗ്ധരായ ആളുകളാണ്. അവരോട് പറഞ്ഞു, യുദ്ധക്കളത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ശരി, നിങ്ങൾക്ക് ഒരു അറിയിപ്പ് കിട്ടുന്നത് വരെ ആ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരരുത് എന്ന് സ്വഹാബികളോട് നബി തങ്ങൾ നിർദ്ദേശം കൊടുത്തു. സംഘട്ടനം തുടങ്ങി. ആദ്യഘട്ടങ്ങളിൽ ശത്രുക്കൾ ഇസ്ലാമിന്റെ പോരാളികളോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ പിന്തിരിഞ്ഞു ഓടി, യുദ്ധക്കളത്തിൽ നിന്ന് ഓടി. ഇത് കണ്ടപ്പോ മലമുകളിൽ നിന്നിരുന്ന ചില സ്വഹാബിമാർ അഭിപ്രായപ്പെട്ടു, യുദ്ധം കഴിഞ്ഞില്ലേ, എല്ലാവരും ഓടിപ്പോയി, ഇനി നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ അവരുടെ നേതാവ് പറഞ്ഞു, അത് പാടില്ല. നബിതങ്ങൾ നമ്മളോട് പറഞ്ഞത് അറിയിപ്പുണ്ടാകുന്നത് ഇവരെ ഇവിടെ തന്നെ നിൽക്കണമെന്നാണ്. നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല ഇറങ്ങിപ്പോവാൻ, അതുകൊണ്ട് ഇറങ്ങാൻ പാടില്ല എന്ന് ചില സ്വഹാബിമാർ അഭിപ്രായപ്പെട്ടെങ്കിലും വിരലിലെണ്ണാവുന്ന സ്വഹാബികൾ മാത്രം അവിടെ നിൽക്കുകയും ബാക്കിയുള്ളവർ അവിടെ നിന്ന് യുദ്ധം തീർന്നു എന്ന വിശ്വാസത്തിൽ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി വരികയും ചെയ്തു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പടവാളായിരുന്നു. പിന്നീട് മഹാനവറുകൾ യുദ്ധത്തിൽ നൈപുണ്യമുള്ള വലിയ ഒരു പടയാളിയാണ്. ഈ അവസരം മുതലെടുത്ത് ഇതിലെ പിന്തിരിഞ്ഞോടിയതായ ശത്രുക്കൾ നബിതങ്ങൾ നിർത്തിയിരുന്ന ആ മലയിടുക്കിലൂടെ വളഞ്ഞു വന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കുകയും അതിലൂടെ കനത്ത ഒരു പരാജയം ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കുകയും ചെയ്ത ഒരു സന്ദർഭമുണ്ട്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടയാളികളെ ശകാരിക്കാം, നബി തങ്ങൾക്ക് അവർക്കെതിരെ നടപടിയെടുക്കാം. കാരണം വളരെ കടുത്ത ഒരു അപരാധമാണ് നമ്മുടെയൊക്കെ ദൃഷ്ടിയിൽ അവർ ചെയ്തത്. അവരവിടെ നിന്നിരുന്നു എങ്കിൽ ശത്രുക്കൾ വളഞ്ഞ് അതിലൂടെ വന്ന് മുസ്ലിമീങ്ങളെ ആക്രമിക്കില്ലായിരുന്നു. അവർ അവിടെ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ആ ഗ്യാപ്പിലൂടെ ശത്രുക്കൾ ഇവിടേക്ക് വരികയും മുസ്ലിമീങ്ങൾക്ക് വലിയ നാശം സംഭവിക്കുകയും ചെയ്തത്. ഈ ഒരു സംഭവം നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സ്വീകരിച്ചതായ ഒരു കാഴ്ചപ്പാടുണ്ട്, അവിടെ സ്വീകരിച്ച ഒരു രീതിയുണ്ട്. ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്, റഹ്മത്ത് കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ് നബിയെ അങ്ങ് അവരോട് സൗമ്യമായി പെരുമാറിയത്. അവരോട് നബി ദേഷ്യപ്പെട്ടില്ല, അവരെ ശകാരിച്ചില്ല. എന്ത് പണിയാ നിങ്ങൾ കാണിച്ചതെന്ന് ചോദിച്ച് വിഷമിച്ച് നിൽക്കുന്ന ആ സ്വഹാബിമാരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നബി തങ്ങളുടെ ശകാര വർഷവും കൂടെ വന്ന് അവരെ ആകെ സംഘർഷാഭരിതമാക്കിയില്ല. അവർക്ക് അല്ലാഹുവിന്റെ ഹബീബ് കരുണ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കുകയാണ്. ഈ സംഭവം എടുത്തു പറയുന്നു, അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ് അവരോട് നബിയെ അങ്ങ് കാണിച്ചത്. ഇനി അതല്ല, വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക. നിങ്ങൾ അവരോട് കഠിനവും കഠോര ഹൃദയവുമായിരുന്നുവെങ്കിൽ
പരുഷമായിട്ടായിരുന്നവർ അങ്ങയോ നിങ്ങൾ അവരോട് സംസാരിച്ചിരുന്നത് എങ്കിൽ അവരങ്ങ് കുറ്റപ്പെടുത്തിയിരുന്നുവെങ്കിൽ നബിയേ അങ്ങയുടെ ചുറ്റിൽ നിന്നും ആ സ്വഹാബിമാരെല്ലാം പിരിഞ്ഞു പോകുമായിരുന്നു. അവർക്കങ്ങ് മാപ്പ് കൊടുത്തു. വസ്തഗ്ഫിർ ലഹും അവർക്ക് വേണ്ടി അല്ലാഹുവിനോടങ്ങ് പാപമോചനം നടത്തുകയും ചെയ്തു നബിയേ. വശാവിറുഹും ഫിൽ അംർ അതേപോലെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അവരോടങ്ങ് കൂടിയാലോചന നടത്തുകയും വേണം നബിയെ. അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം, അവർക്ക് മാപ്പ് കൊടുക്കണം. കാര്യങ്ങൾ അവരോടുകൂടെ കൂടിയാലോചിച്ചുകൊണ്ട് മാത്രം അങ്ങ് തീരുമാനമെടുക്കണം. അങ്ങനെ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കാൻ ഉറച്ചാൽ, തീരുമാനമെടുത്ത് നിങ്ങൾ ഉറപ്പിച്ചാൽ ഫതവക്കൽ അലല്ലാഹ് അല്ലാഹുവിൽ നിങ്ങൾ അതിന്റെ ജയപരാജയങ്ങൾ ഏൽപ്പിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ അങ്ങനെ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളെ അല്ലാഹുവിന് വളരെ ഇഷ്ടമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ഈ സംഭവം നമ്മളൊന്ന് നോക്കുക. നബി തങ്ങൾ അവരെ ശകാരിച്ചില്ല, അവരെ വഴക്ക് പറഞ്ഞില്ല, അവർക്ക് മാപ്പ് കൊടുത്തു. അവർ ചെയ്ത അപരാധത്തിന് അല്ലാഹുവിനോട് ദുആ ചെയ്തു. വീണ്ടും അവരോട് കാര്യങ്ങളിലൊക്കെ കൂടിയാലോചന നടത്തി. ഇങ്ങനെയല്ല നബി തങ്ങൾ അവരോട് പെരുമാറിയിരുന്നത് എങ്കിൽ അങ്ങയുടെ ചുറ്റിൽ നിന്നും അവരെല്ലാം പിരിഞ്ഞു പോകുമായിരുന്നു നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നബി തങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ പാഠങ്ങളല്ലേ നമുക്കതിലുള്ളത്. എൻ്റെ സഹോദരിമാരെ, ചെറിയ ഒരു കാര്യം നമ്മുടെ വീട്ടിൽ മരുമക്കളിൽ നിന്ന് സംഭവിക്കുമ്പോ അല്ലെങ്കിൽ മക്കളിൽ നിന്ന് സംഭവിക്കുമ്പോ അതിന്റെ പേരിൽ അങ്ങോട്ട് ശകാരം തുടങ്ങി അവരങ്ങോട്ട് വഷളാക്കി പറ്റ ആളുകൾക്കിടയിൽ മോശമായി ചിത്രീകരിച്ച് മുമ്പ് അതേപോലെ സംഭവിച്ചതും അല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കല്ലേ ഉമ്മമാരെ. സൗമ്യത, ഒരു വിട്ടുവീഴ്ച മനോഭാവം, സൗമ്യമായ പെരുമാറ്റം നമ്മുടെ വീട്ടിലുണ്ടാവട്ടെ, കുടുംബങ്ങളിലുണ്ടാവട്ടെ. നമ്മൾ പെരുമാറുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം സൗമ്യതയുടെ ഒരു പെരുമാറ്റ ശൈലിയും സ്വഭാവവും രീതിയും കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. അതാണ് പ്രവാചകന്മാരുടെ രീതി, അതാണ് മുൻഗാമികളുടെ രീതി. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. തീർന്നില്ല, വേറെ ഒരായത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. സൂറത്തു ഫുസ്സിലത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നന്മയും തിന്മയും സമമല്ല. ഒരിക്കലും നന്മയും തിന്മയും സമമല്ല. അതുകൊണ്ട് തന്നെ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദ അല്ലദീ ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നന്മയും തിന്മയും തുല്യമല്ലാത്തത് കൊണ്ട് തിന്മക്ക് പകരമായി നന്മ കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കുക. നന്മയെ നോക്കുമ്പോ നന്മ കൊണ്ട് നിങ്ങൾ പ്രതികരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നിന്നോട് ശത്രുതാ മനോഭാവം പുലർത്തിയിരുന്ന അവനെയും നിന്റെ ഒറ്റ ചങ്ങാതിയാക്കി കൂട്ടുകാരനാക്കി മാറ്റാൻ കഴിയും എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എത്ര നല്ല കാഴ്ചപ്പാടാണ് നോക്കൂ. വിശുദ്ധ ഖുർആൻ ലോകത്തോട് ഉദ്ഘോഷിക്കുന്നതായ ഒരു നിയമം. നമ്മളോട് ശത്രുത കാണിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് അങ്ങോട്ട് ശത്രുത കാണിക്കാതെ നല്ലത് കൊണ്ട് അങ്ങോട്ട് പ്രതികരിച്ചാൽ അവന് നിനക്കുറ്റ ചങ്ങാതിയാക്കി മാറ്റാൻ കഴിയും. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന കുറച്ച് വിഭാഗങ്ങളെ നമ്മൾ എണ്ണി. അതിൽ ഇങ്ങോട്ട് സഹകരിക്കാത്ത ആളുകൾ, കാശ് കടന്നു ചോദിച്ചപ്പോ നമുക്ക് തന്നില്ല, അല്ലെങ്കിൽ നമ്മളെ മാനസികമായും ശാരീരികമായും വാക്കുകൊണ്ടൊക്കെ ഉപദ്രവിച്ചവരാണ്. അവർക്കൊരു വിഷമം വരുമ്പോൾ ആ ഒരു ഈർഷ്യത മനസ്സിൽ കാണാതെ അവർക്ക് നമുക്ക് തിന്മ ചെയ്യാൻ, അവരെ ദ്രോഹിക്കാനും അവരെ ഒന്ന് പാഠം പഠിപ്പിക്കാനുമുള്ള അവസരം നമുക്ക് കിട്ടുമ്പോഴും അത് ഉപയോഗിക്കാതെ അവർക്ക് നന്മ ചെയ്യാനുള്ളൊരു വിശാല മനസ്സ്, വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പോകാവുന്ന ഒരു വിഭാഗം എന്ന് പരിചയപ്പെടുത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിനെയാണ് ഇവിടെ
ഇങ്ങോട്ട് നമ്മളെ ദ്രോഹിച്ചാലും അങ്ങോട്ട് നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ സ്നേഹം കൊണ്ടും നന്മ കൊണ്ടും അങ്ങോട്ട് നമ്മൾ പ്രതികരിക്കുക. അങ്ങനെ പ്രതികരിച്ചാലോ അതിന്റെ മാറ്റമാണ് ഖുർആൻ പറയുന്നത്. അവരെ നിങ്ങൾ കുറ്റച്ചങ്ങാതിമാരാക്കിയാൽ മാറ്റിയെടുക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളാണ്. ഇനി അല്ലാഹുവിന്റെ ഹബീബ് ഒരുപാട് ഹദീസുകളിലൂടെ ഈ പറയുന്ന വിഷയങ്ങളെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ നബി തങ്ങൾ പറയുകയാണ്, യാ ആയിഷ ഇന്നഹു മൻ ഉതിയ ഹല്ലഹു മിനൽ റിഫ്ഖി ഫഖദ് ഉതിയ ഹല്ലഹു മിൻ ഖൈരി ദുനിയാ വൽ ആഖിറ. ഒരാൾക്ക് സൗമ്യതയിൽ നിന്നൊരു വിഹിതം ലഭിച്ചാൽ അയാൾക്ക് ഭൗതിക പാരത്രിക നന്മകളിലെ വിഹിതം മുഴുവനും ലഭിച്ചു കഴിഞ്ഞു. ആയിഷ, സൗമ്യതയുള്ള ഒരു പെരുമാറ്റം, സൗമ്യതയുള്ള ഒരു സ്വഭാവം പെരുമാറാനും പറയാനും പ്രവർത്തിക്കാനും ഒരു മനുഷ്യന് കഴിയുന്നുണ്ടെങ്കിൽ ആയിഷ അയാൾക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മകളും ലഭിച്ച വ്യക്തിയാണ്. അവർക്ക് മാത്രമേ അങ്ങനെ കഴിയൂ. ഇനി വമൻ ഹുരിമ ഹല്ലഹു മിനൽ റിഫ്ഖി ഫഖദ് ഹുരിമ ഹല്ലഹു മിൻ ഖൈരി ദുനിയാ വൽ ആഖിറ. ഒരാൾക്ക് സൗമ്യതയിൽ നിന്നുള്ള വിഹിതം തടയപ്പെട്ടാൽ അയാൾക്ക് സൗമ്യതയിൽ പെരുമാറാൻ അറിയില്ല, സൗമ്യതയിൽ പറയാൻ അറിയില്ല, സൗമ്യതയിൽ ഒരാളോട് ഉപദേശിക്കാൻ അറിയില്ല. ഇങ്ങനെ ഒരു മനുഷ്യനാണ് ഒരാളെങ്കിൽ അയാൾക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മകളും അത് തടയപ്പെട്ടു. ആയിഷ എന്ന് ത്വാഹ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകത്തിലെയും ഭൂമി ലോകത്തെയും വലിയ ഒരു നന്മയാണ് സൗമ്യ ശീലം ഒരാൾക്കുണ്ടാവുക എന്നത്. ദേഷ്യപ്പെടാനുള്ള സാഹചര്യവും സന്ദർഭമൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏത് സമയവും സൗമ്യത ഗുണം ചെയ്യൂല. ദേഷ്യപ്പെടേണ്ടയും രണ്ടെണ്ണം പൊട്ടിക്കേണ്ട സാഹചര്യവും സന്ദർഭമൊക്കെ ഉണ്ടാകുമ്പോ അതൊക്കെ യുക്തിപൂർവ്വം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കുറച്ച് ശോഭിക്കലാണ്, കുറച്ച് ദേഷ്യം നടിക്കലാണ് അയാളെ നന്നാക്കാൻ നല്ലത് എങ്കിൽ അവിടെ ദേഷ്യം നടിക്കലും ശോഭിക്കലും, ഇനി നമുക്ക് ഇത്തിരി ശിക്ഷിക്കാൻ കഴിയേണ്ട സാഹചര്യമാണെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ടും വിരോധമല്ല, അതുകൊണ്ട് നന്നാവുമെങ്കിൽ. നേരെ മറിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ വിപരീത ഫലം ഉണ്ടാവാൻ സാധ്യത കൂടുകയും വിപരീത ഫലമാണ് ഉണ്ടാവുക എങ്കിൽ ആ ഒരു ശൈലി നമ്മൾ അവലംബിക്കാൻ പാടില്ല. ഇപ്പോ ഈ ഒരു രീതിയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോഴൊക്കെ സ്കൂളിൽ അധ്യാപകരാണെങ്കിലും മദ്രസയിലെ ഉസ്താദുമാരാണെങ്കിലും ശരീരം വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം. ഇനി അടിക്കേ പിടിക്കുകയൊക്കെ ചെയ്താൽ ഉസ്താദുമാരെ അകത്തു പോകും. കുട്ടികൾ ഫോൺ ചെയ്ത് പറഞ്ഞു എന്നെ ഉസ്താദ് ഈ രീതിയിൽ തല്ലി എന്ന് പറഞ്ഞാൽ ആ ഉസ്താദിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ ഉസ്താദന്മാരും സ്കൂളുകളിലെ മാഷന്മാരൊന്നും ഇപ്പൊ കുട്ടികളെ തല്ലാറില്ല. ചില കുരുത്തക്കേടുകൾക്കൊക്കെ തച്ചാൽ ശരിയാവുന്നതുണ്ട്. പൂർണ്ണമായും ഇത് ശരിയല്ലെങ്കിലും നമ്മൾ അതിൽ കുടുങ്ങിപ്പോവാണ്. ഒന്ന് പേടിപ്പിക്കുകയും ഒന്ന് ദേഷ്യം നടിക്കുകയൊക്കെ ചെയ്താൽ ഒന്ന് നന്നാവുന്ന കുട്ടികളുണ്ട്. അവരെ പോലും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഏറ്റവും നല്ലത് ദേഷ്യപ്പെടലോ രണ്ടെണ്ണം പൊട്ടിക്കലോ ഒന്നുമല്ല, സൗമ്യമായിട്ടുള്ള പെരുമാറ്റവും സൗമ്യമായിട്ടുള്ള ഉപദേശവും തന്നെയാണ് എന്ന് ഖുർആനും നമ്മളോട് സൂചിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സൂചിപ്പിക്കുന്നു. എന്നാൽ പലതവണ നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം തെറ്റായിക്കൊണ്ട് വീണ്ടും അത് ചെയ്യുകയും ചെയ്താൽ മര്യാദ പഠിപ്പിക്കുക, അദബ് പഠിപ്പിക്കുക എന്ന രീതിയിൽ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ഒക്കെ ശിക്ഷിക്കാം. അതിന് ശറഅ് അനുവദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാലോ, മുറു ഔലാദകും ബിസ്വബി, നിങ്ങളെ കുട്ടികളോട് നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഇദാ ബലഗ സബ്അ സിനീന, അവർക്ക് 7 വയസ്സായ, ഫളരിബൂഹും അലൈഹാ, അവർക്ക് 10 വയസ്സായിട്ടും അവർ അത് ചെയ്യുന്നില്ല എങ്കിൽ അവരെ നിങ്ങൾ ശിക്ഷിക്കണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അടിക്കാനും നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് സാഹചര്യവും സന്ദർഭവും നോക്കി നമ്മൾ വിനിയോഗിക്കണം. അതിലാണ് യുക്തി എന്ന് പറയുന്നത്.
ഒന്ന് ശകാരിച്ചാലോ ശിക്ഷിച്ചാലോ ദേഷ്യപ്പെട്ടാലോ നന്നാക്കിയെടുക്കാൻ പറ്റുന്ന സാഹചര്യവും സന്ദർഭവും വ്യക്തികളുമാണെങ്കിൽ അത് നമുക്ക് പ്രയോഗിക്കാം. ഇനി ചില ആളുകളോടും കുട്ടികളോടും അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഒന്ന് ഓലൊപ്പം കൂടി നിന്ന് ഓലപ്പായിട്ട് നിന്ന് നല്ല കാര്യങ്ങൾ പറഞ്ഞാലേ ശരിയാവുള്ളൂ. അവരോട് അങ്ങനെ ചെയ്യണം. ഇത് സാഹചര്യവും സന്ദർഭവും നോക്കി നമ്മൾ അനുഷ്ഠിക്കണം. എങ്കിലും നല്ല പൗരുഷമായിട്ട് ഒരാളെ നന്മയിലേക്ക് കൊണ്ടുവരുന്നതിലേറെ നല്ല നല്ല ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് സൗമ്യ മനോഭാവത്തോടുകൂടെ ഉപദേശിക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ് ഈ വചനവും സൂചിപ്പിക്കുന്നത്. നബിതങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ അഹബ്ബല്ലാഹു അഹ്ല ബൈത്തിൻ വഅദ്ഖല അലൈഹിമുർ റിഫ്ഖ, ഒരു വീട്ടുകാരെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടാൽ അവർക്ക് അല്ലാഹു തആല സൗമ്യത നൽകും. ചില വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോ നമുക്കൊരു സന്തോഷമാണ്. ആ വീട്ടുകാരുടെ മന്ദസ്മിതം തൂങ്ങുന്ന വദനത്തോടുകൂടെ നമ്മളെ സ്വീകരിക്കുന്നതും നമ്മളോടുള്ള പെരുമാറ്റവും നമ്മളോടുള്ള സംസാരവും നമ്മുടെ സ്വീകരണവും ഒക്കെ ആ ആളുകളോടും വീട്ടുകാരോടും നമ്മുടെ മനസ്സിനകത്തൊരു ഇഷ്ടമുണ്ടാക്കും. എന്നാൽ ചില ആളുകൾ ചെന്നാൽ ഒരു സൗമ്യത നമുക്ക് ചില വീടുകളിൽ നിന്നും കിട്ടാറില്ല. ഒരു ഫീല് നമുക്ക് സ്നേഹത്തിന്റെ ഒരു ശൈലി നമുക്ക് ലഭിക്കാറില്ല. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഒരു വീട്ടുകാരെ അള്ളാഹു ഇഷ്ടപ്പെട്ടുവെങ്കിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടതായ വീട്ടുകാരാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അവർ സൗമ്യതയോടുകൂടെയാണ് പെരുമാറുന്നത് എങ്കിൽ ആ വീട്ടുകാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹു തആല ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വേറൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തീർച്ചയായും പരുഷമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിന് നൽകാത്ത ഒരുപാട് ഗുണങ്ങൾ സൗമ്യമായ പെരുമാറ്റത്തിന് അല്ലാഹു നൽകും. ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് സൗമ്യത നൽകും. അയാളുടെ വാക്കിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള അടയാളമാണ് ആ മനുഷ്യനിക്ക് അല്ലാഹു നൽകുന്ന സൗമ്യത മനോഭാവം എന്ന് നബി തങ്ങൾ വിശദീകരിക്കുന്നു. വമാ മിൻ അഹ്ലി ബൈത്തിൻ യുഹരിമൂന റിഫ്ഖ ഇല്ലാ ഹുരിമു മഹബ്ബത്തല്ലാഹി തആല. സൗമ്യത തടയപ്പെട്ട വീട്ടുകാർക്ക് അല്ലാഹുവിന്റെ പ്രീതിയും തടയപ്പെട്ടിരിക്കുന്നു. ഒരു വീട്ടിൽ ചെന്നിട്ട് നമ്മളോട് സൗമ്യമായിട്ടുള്ള സ്നേഹത്തോടുകൂടെ ഒരു പെരുമാറ്റവുമില്ല, ഒരു പുഞ്ചിരിയില്ല എങ്കിൽ അല്ലാഹുവിന്റെ പ്രീതി ആ വീട്ടുകാർക്ക് തടയപ്പെട്ടു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സൗമ്യമായ പെരുമാറ്റവും അല്ലാഹുവിന്റെ പ്രീതിയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് ഈ ഹദീസിലും സൂചിപ്പിക്കുന്നത്. നബി തങ്ങൾ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, യാ ആയിഷ ഇർഫിഖി ഫഇന്നല്ലാഹ ഇദാ അറാദ ബി അഹ്ലി ബൈത്തിൻ കറാമതൻ ദല്ലഹും അലാ ബാബിർ റിഫ്ഖി. ആയിഷ, നീ സൗമ്യമായി പെരുമാറുക. ആളുകളോട്, വീട്ടിലേക്ക് വരുന്നവരോട്, അയൽക്കാരോട്, കൂട്ടുകാരികളോട്. നിശ്ചയം അല്ലാഹു ഒരു വീട്ടുകാരെ ആദരിക്കാൻ ഉദ്ദേശിച്ചാൽ അവർക്ക് സൗമ്യമായ പെരുമാറ്റം കാണിച്ചു കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മളിത് പറഞ്ഞു കൊടുക്കണം. ഉമ്മമാര് ശ്രദ്ധിക്കുക. കുട്ടികൾ വരുമ്പോ, മുതിർന്ന ആളുകൾ, വിരുന്നുകാര്, ഉസ്താദുമാര്, അയൽക്കാരൊക്കെ വീട്ടിലേക്ക് വരുമ്പോ ബഹളം വെച്ച് അവരുടെ ഇടയിൽ ഇങ്ങനെ ഓടിച്ചാടി അങ്ങനെയൊന്നും നടക്കും. കുട്ടികളാണ്, അവർ കളിക്കും, അതൊക്കെ മോശം എന്നല്ല. കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാകും. എന്നാലും നമ്മളത് പറഞ്ഞു കൊടുക്കണം. അവരുടെ ഇടയിൽ അങ്ങനെ ഉറക്കം സംസാരിക്കുകയൊന്നും ചെയ്യരുതിട്ടോ. അവര് വന്നിരിക്കുമ്പോ അവരുടെ ഇടയിൽ പോയി ഇങ്ങനെ കോപ്രായങ്ങളൊന്നും കാണിക്കരുത്. ഇങ്ങനെ ഒരു അദബിന്റെ, ഒരു മര്യാദയുടെ അവരുടെ മുമ്പിൽ വെച്ച് പറയരുത്. അവര് വരുന്നതിന്റെ മുമ്പേ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരോട് പെരുമാറേണ്ട ശൈലിയും സ്വഭാവവും ഒക്കെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് അത്യാവശ്യമാണ്. സൗമ്യമായിട്ടുള്ള ഒരു പെരുമാറ്റ ശൈലി നമ്മളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത്.
നമ്മൾ നമ്മുടെ ഭാര്യമാരോടൊരു കാര്യം പറഞ്ഞാൽ അലറിക്കൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ മക്കളും അങ്ങനെ തന്നെ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ ദേഷ്യം വരുമ്പോ ഭാര്യ തിരിച്ച് ഭർത്താവിന് ഏത് പദങ്ങളാണ് പ്രയോഗിക്കുന്നത് എന്ന് നോക്കുക. നമ്മളോട് നമ്മളെ മക്കൾ അപ്പം അത് പറഞ്ഞില്ലെങ്കിലും അവരിതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന അതേ ഒരു ദേഷ്യത്തിന്റെ വികാരം ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകുമ്പോ അവരും അപരന്മാരോട് പെരുമാറുന്നത് ഈ രീതിയിലാണ്. ഇപ്പൊ നമ്മുടെ മദ്രസയിൽ തന്നെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചില കുട്ടികൾ, അവർക്ക് അടുത്തിരിക്കുന്ന കുട്ടികളോട് ചില ദേഷ്യങ്ങളൊക്കെ വരുമ്പോ ഈ രീതിയിലുള്ള ചില തെറിപ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ട്. അത്തരത്തിലുള്ള ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഈ തെറികൾ എന്താ എന്നാ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല, ഉറപ്പാ. അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം അവർക്കായിട്ടില്ല. എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങൾ അത് പറയുന്നത്? ആ കുഞ്ഞുങ്ങളുടെ വീട്ടുകാർ അത് പറയുന്നുണ്ടാവും. ഒന്നുകിൽ ഉമ്മ പറയുന്നുണ്ടാവും, വാപ്പ പറയുന്നുണ്ടാകും. വീട്ടില് മുതിർന്ന ആളുകൾ ആരെങ്കിലും ദേഷ്യം വരുമ്പോ പറയുന്ന അസഭ്യ വാക്കുകളാണ് ഈ കുഞ്ഞുങ്ങൾ അവർക്ക് ദേഷ്യം വരുമ്പോ പറയുന്നത്. ഉസ്താദ് എന്നെ അവൻ അങ്ങനെ വിളിച്ചു, ഇങ്ങനെ വിളിച്ചു എന്നൊക്കെ പറയുമ്പോ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും, അവരുടെ വായിലാണ് ഈ രീതിയിലുള്ളതായ തെറികളൊക്കെ വരുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, വീഡിയോകൾ, സിനിമകൾ, അതിലുള്ള ചില കാർട്ടൂണുകൾ, അതേപോലെ ചില തമാശകൾ, ഇതിലൊക്കെ അശ്ലീലം കലർന്നതായ പദപ്രയോഗങ്ങൾ ദേഷ്യം വരുന്ന സമയത്ത് അവർ പറയുന്നുവെങ്കിൽ അത് അനുകരിക്കും നമ്മളെ കുട്ടികൾക്കും ദേഷ്യം വരുമ്പോ അവരും അത് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ ഗൗരവം അത് എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല അവർ പറയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ദേഷ്യം വരുമ്പോഴൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഭാഷകൾ, നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം. അവിടെയാണ് വളരെ പ്രധാനമായും ഈ സൗമ്യതാ മനോഭാവം നമ്മൾ പാലിക്കേണ്ടത്. ഉമ്മമാരെ, വല്ലാണ്ട് ഭർത്താക്കന്മാരോട് ദേഷ്യം വരുമ്പോ 2 പറഞ്ഞാൽ ചിലപ്പോ അവിടെ നിന്ന് തണുക്കുമായിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ പറയരുത്. നിങ്ങൾ 2 പേരും മാത്രമാണെങ്കിൽ ഞാൻ അങ്ങോട്ടോ ഓരോന്ന് പൊട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നേരം വിളിച്ചാൽ എൻ്റെ അടുത്ത് കേസുമായിട്ട് വരരുത് കേട്ടോ. സ്നേഹത്താലുണ്ടല്ലോ ഒരടിയും തൊടിയൊക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലാതെ മറ്റുള്ള രീതിക്കുള്ളതല്ല. ചിലപ്പോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ചിലപ്പോ തീരേണ്ടതായിരിക്കും. പക്ഷെ നിങ്ങൾ പറയുന്ന പദപ്രയോഗങ്ങൾ അശ്ലീലമാവരുത്, അസഭ്യമാവരുത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കേൾക്കാൻ ഇടവരരുത്. സൗമ്യത നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ശീലിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറയുന്നത്. നബി തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അയ്യുമാ വാലിം ഉലിയ ഫറഫഖ വൽ ആൻ റഫഖല്ലാഹു തആല ബിഹി യൗമൽ ഖിയാമ. ഏതൊരു ഭരണാധികാരിയും ജനങ്ങളോട് സൗമ്യമായി പെരുമാറിയാൽ അന്ത്യനാളിൽ അയാളോട് അല്ലാഹു സൗമ്യമായി പെരുമാറുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭരണാധികാരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ രൂപം തെളിഞ്ഞു വരണ്ട. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്. നിങ്ങൾ ഓരോരുത്തരോടും അവരുടെ ഭരണീയരെ കുറിച്ച് അന്ത്യനാളിൽ ചോദിക്കപ്പെടുമെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഒരു വീടിന്റെ ചുമതലയുള്ളവനാണ് ഭർത്താവ്, ഒരു പുരുഷൻ ഗൃഹനാഥൻ. ആ വീടിന്റെ ചുമതലയുള്ളവനാണ്, കുടുംബത്തിന്റെ ചുമതലയുള്ളവനാണ്. ഭർത്താവില്ലാത്ത സമയത്ത് വീടിന്റെയും ആ മക്കളുടെയും ചുമതല വഹിക്കേണ്ട ഭരണാധികാരിയാണ് ആ വീട്ടിലുള്ളതായ സഹോദരി, ഭാര്യ എന്ന് പറയുന്നത്. അവരും ഭരണാധികാരിയാണ്. നമ്മൾ പെരുമാറേണ്ട രീതിയിൽ സൗമ്യമായി പെരുമാറിയാൽ രാജാതിരാജനായ റബ്ബ് പരലോകത്ത് നമ്മളെയൊക്കെ വിചാരണ ചെയ്യുന്ന ഒരു വലിയ കോടതി വരാനുണ്ടല്ലോ. മാലിക് യൗമിദ്ദീൻ, അന്ത്യദിനത്തിന്റെ അധിപനായ, അന്ത്യദിനത്തിന്റെ ഉടമസ്ഥനായ, എല്ലാവരും മലക്കുകളെയൊക്കെ ഇറക്കി സ്വഫുകളാക്കി നിർത്തി ഓരോ മനുഷ്യനും അവൻ ചവിട്ടടി വെച്ച ഭാഗത്ത് നിന്ന് എടുക്കാൻ കഴിയാത്ത മഹ്ശറാവൻ സഭ. അങ്ങനെയുള്ള വിചാരണ, ഒരു പഴുതുപോലും രക്ഷപ്പെടാനില്ലാത്ത, ഒരു നിലക്കും റെക്കമെന്റ് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത, ഒരു പഴുതും ഒരു സ്വാധീനവും ഉപയോഗിച്ച് രക്ഷപ്പെടാൻ കഴിയാത്ത റബ്ബിന്റെ
റബ്ബിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് നമുക്ക് റബ്ബിൽ നിന്ന് സൗമ്യമായ പെരുമാറ്റം കിട്ടണോ, റബ്ബിൽ നിന്ന് സൗമ്യമായിട്ടുള്ള ഒരു വിചാരണ നമുക്ക് കിട്ടണോ, നമ്മൾ നമ്മളെ ആശ്രയിക്കുന്നവരോട് സൗമ്യതയോടുകൂടെ പെരുമാറണേ, സൗമ്യതയോടുകൂടെ വർത്തിക്കണേ. അത് റബ്ബ് നിങ്ങളോട് സൗമ്യത കാണിക്കാനുള്ള കാരണങ്ങളായിട്ട് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. മാത്രമല്ല, സൗമ്യതയില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയലും പെട്ടെന്ന് അരിശം തോന്നലും പെട്ടെന്ന് ദേഷ്യപ്പെടലുമൊക്കെ നബി തങ്ങൾ പറയുന്നത് അത്തഅന്നീ മിനല്ലാഹി വല്ലജലതു മിനശ്ശൈത്വാൻ, സാവകാശം, സൗമ്യത അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. എന്നാൽ ധൃതി, ഏറ്റവും ഒരു സമാധാനമില്ലായ്മ, ഒരു അസ്വസ്ഥത, ധൃതി എന്ന് പറയുന്നത് പിശാചിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ധൃതി നിങ്ങളെ പലപ്പോഴും തിന്മയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ധൃതി കാണിക്കാതെ ഒരു സൗമ്യതാ മനോഭാവം നിങ്ങൾ കാണിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, മക്കളോട്, പെരുമാറ്റങ്ങളിൽ, നമ്മുടെ ഓഫീസുകളിലൊക്കെ നമ്മൾ ഈ ഒരു മനോഭാവം വെച്ച് പുലർത്തുകയാണെങ്കിൽ ഖുർആൻ തുടക്കത്തിൽ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ നിങ്ങളെ ശത്രുക്കളെ പോലും നിങ്ങളുടെ മിത്രങ്ങളാക്കി മാറ്റാൻ കഴിയും എന്നതാണ്. നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ കാണാം. നബി തങ്ങളെ കൊല്ലാൻ വന്ന ഒരുപാട് പേരുണ്ട്. നബി തങ്ങളെ വധിക്കാൻ വേണ്ടി വന്ന ഒരാളുണ്ട്. നബി തങ്ങളെ വധിക്കാൻ വേണ്ടി വന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചു. വധിച്ചു കളയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ തയ്യാറായപ്പോ നബി തങ്ങൾ പറഞ്ഞു, വേണ്ട, അദ്ദേഹത്തെ ആ മദീനയുടെ ഒരു പള്ളിയുടെ ഒരു തൂണിൽ കെട്ടിയിടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മദീനത്തെ ആ തൂണിൽ കെട്ടിയിട്ടു. ഒരു ദിവസം അവിടെ കെട്ടിയിട്ടു. അദ്ദേഹത്തിന് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്തു. ഒരു ദിവസം കഴിഞ്ഞപ്പോ, ചില റിപ്പോർട്ടുകളിൽ 3 ദിവസം ഒന്നുണ്ട്, ആ ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ അഴിച്ചു വിട്ടു. ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തോട് പ്രതികരിക്കാനും പോയില്ല, അദ്ദേഹത്തെ ഉപദേശിക്കാനും പോയില്ല, അദ്ദേഹത്തെ ശകാരിച്ചതുമില്ല. ഒരു ദിവസം അല്ലെങ്കിൽ 3 ദിവസം നബിയുടെയും സ്വഹാബികളുടെയും ഒക്കെ ആ ജീവിതം അദ്ദേഹം ഇങ്ങനെ നോക്കി മനസ്സിലാക്കി. 3-ാമത്തെ ദിവസം പിരിച്ചുവിട്ടപ്പോ അദ്ദേഹം പുറത്തോട്ട് പോയി നബിതങ്ങളുടെ മുമ്പിലേക്ക് തന്നെ വന്നുകൊണ്ട് നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന ഈ ആള് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമ ചൊല്ലി നബിതങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മുസ്ലിമാവുകയാണ്. നേരെ മറിച്ച് നബിയെ കൊല്ലാമെന്ന് എന്നൊക്കെ പറഞ്ഞ് 4 അടിയും കൊടുത്ത് തൊഴിയും കൊടുത്ത് അദ്ദേഹത്തെ പിടിച്ചു വിട്ടാലോ? ഇതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ തിന്മക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ പകരമായി ചെയ്യുമ്പോൾ ആ ശത്രുവിന്റെ മനസ്സ് പോലും നിങ്ങളോട് കാരുണ്യത്തിന്റെ സഹോദരന്റെ മനസ്സായി മാറ്റിയെടുക്കാൻ കഴിയുമെന്ന ഖുർആനിന്റെ ഈ അധ്യാപനം നബി തങ്ങൾ അക്ഷരാർത്ഥത്തിൽ അവിടെ പ്രയോഗവൽക്കരിക്കുകയാണ്. ഇത് നമുക്ക് മാറ്റാൻ പറ്റും. ഏത് പ്രതിയോഗിയെയും, ഏതൊരാളെയും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ശീലവും സ്വഭാവവും വിശുദ്ധ ഇസ്ലാം ഏത് രീതിയിൽ കാണിച്ചു തന്നോ പറഞ്ഞോ ആ രീതിയിലാക്കണം എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച കൂടെ ആയിരിക്കും ചിലപ്പോ നോമ്പിന്റെ മുമ്പുള്ള ലാസ്റ്റത്തെ ക്ലാസ്. അപ്പോ അടുത്ത ആഴ്ച നമുക്ക് നോമ്പുമായി ബന്ധപ്പെട്ട് മുന്നോടിയായി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കണം. ഇൻഷാ അല്ലാഹ് നോമ്പിനും നമുക്ക് ക്ലാസ് പറ്റുകയാണെങ്കിൽ വെക്കണം. സമയമൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ആയിട്ട് നമുക്കത് സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ റമളാൻ നമ്മളിലേക്ക് വിളിപ്പാടകലെ വന്നു നിൽക്കുകയാണ്. മനസ്സും ശരീരവുമെല്ലാം ശുദ്ധിയായി
അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ എങ്ങനെയാണോ ഈ വിശുദ്ധ റമദാനിനെ വരവേൽക്കേണ്ടത് എങ്കിൽ ആ രീതിയിൽ വരവേൽക്കാനുള്ള എല്ലാ തൗഫീഖും നമുക്ക് പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരി അവരുടെ കണ്ണിന് സുഖമില്ല, ഓപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ അത് ശിഫയാവണം എന്ന ഉദ്ദേശത്തിൽ നമ്മുടെ ഈ സദസ്സിലേക്ക് ഇന്ന് പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോൻ SSLC പഠിക്കുകയാണ്. നമ്മുടെ ഒരുപാട് മക്കൾ SSLC പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവരുടെ പഠനത്തിലൊക്കെ പുരോഗതി ഉണ്ടാവാനും പഠിച്ചതൊക്കെ കൽബിലൊക്കെ നിൽക്കാനും ഊർജ്ജസ്വലനായി ഉന്മേഷത്തോടെ പഠനങ്ങളൊക്കെ നിർവഹിക്കാനൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവരും കുറച്ച് പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹു തആല ഈ ക്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾ ചൊല്ലാൻ പോകുന്ന ഈ മൗലിദിന്റെ ബറക്കത്ത് കൊണ്ട് എന്താണോ ഇന്നിതിലേക്ക് ഉദ്ദേശിച്ച് പലഹാരങ്ങൾ കൊണ്ടുവന്ന രണ്ടുപേരുമെങ്കിൽ അവരുടെ എല്ലാ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سبحان الذي اطلع في شهر ربيع الأول قمر نبي الهدى ووجد نوره قبل خلق العالم وسماه محمدا وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل كمرا وفرقدا ألا هو الذي توسل به آدم عليه السلام وافتهر بكونه والدا ما استغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لحمها مخمدا ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا اللهم صل وسلم وبارك عليه قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام بألف أيام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على صفاه قط صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول والحبيب العربي أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول
الشفيع الأبطهي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وأهلنا ينضع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم آمين الحمد لله رب العالمين حمدا يوفي نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا الله ഞങ്ങൾ ഇതുവരെ പറഞ്ഞതിനെയും കേട്ടതിനെയും നീ ഖബൂലാക്കണേ റഹ്മാനേ അല്ലാഹുവേ പറയാനും കേൾക്കാനും വളരെ എളുപ്പമാണ് ജീവിതത്തിൽ പകർത്താനാണ് പ്രയാസം ഈ ഖുർആനിക വചനങ്ങളും ഹദീസിന്റെ ഉത്ബോധനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് അല്ലാഹുവേ സൗമ്യത ഖൈറുള്ള ഭാഗത്ത് സൗമ്യമായി പെരുമാറാനും ദേഷ്യപ്പെടേണ്ട സമയത്ത് ആ രീതിയിൽ പ്രതികരിക്കാനുമുള്ള ഒരു മനഃശക്തി ഞങ്ങൾക്ക് പ്രദാനം നൽകണേ റഹ്മാനേ നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്
അല്ലാഹുവേ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പ്രത്യേകിച്ച് സുഖമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലിലും കഴിയുന്നവർ, കണ്ണിന്റെ ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടാനുള്ള നിയ്യത്തിൽ ഈ സദസ്സിലേക്ക് വന്ന അതിലേക്ക് ഹദിയ തന്ന സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, അവരുടെ മുറാദുകളെ നീ വീട്ടണേ അല്ലാ, അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ രോഗികൾക്കെല്ലാം നീ പ്രദാനം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ജോലിയില്ലാത്ത മകൻ ചെറുപ്പക്കാരുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ അവരുടെ വിദ്യാഭ്യാസത്തിന് പഠിപ്പിനനുസരിച്ചുള്ള നല്ല നിലക്കുള്ള റാഹത്തുള്ള ജോലി പ്രദാനം നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ മക്കൾക്ക് നൽകിയ ജോലികളിൽ ഞങ്ങളുടെ ജോലികളിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, SSLC പരീക്ഷ എഴുതാൻ ഒരുങ്ങുന്ന വിദ്യാർത്ഥിനികൾ അവർ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ഉറക്കാനും ഉന്മേഷത്തോടുകൂടെ പഠിക്കാനും പരീക്ഷ എഴുതാനും ഉന്നത വിജയം നേടാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും നീ അനുകൂലമാക്കണേ റഹ്മാനേ. പഠിച്ചത് ഖൽബിൽ ഉറച്ചു നിൽക്കാനുള്ള ഫഹ്മ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സമ്പാദ്യം ഞങ്ങളെ ശിഷ്യന്മാരാണ്, ശിഷ്യകളാണ്, ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളാക്കണേ റഹ്മാനേ. മാതാപിതാക്കൾക്ക് ഉസ്താദുമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള നല്ല മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും കാണാൻ കഴിയാതെ മരിച്ചുപോയ ഞങ്ങളുടെ വല്യമ്മമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്നവർ, ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നവർ, സഹായിച്ചിരുന്നവർ, അല്ലാഹുവേ, ഈ പള്ളിക്കാടുകളിലടക്കം പല പള്ളിക്കാടുകളിലും ഞങ്ങളെ ദുആ പ്രതീക്ഷിച്ചു കഴിയുകയാ. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വരോഗ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ദുആന നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിലും കുടുംബങ്ങളിലും ഞങ്ങളുടെ അയൽപക്കങ്ങളിലും ഞങ്ങളുടെ ജമാഅത്തുകളിലും നീ ഐക്യവും പരസ്പര സ്നേഹവും നൽകണേ റഹ്മാനേ. ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ ആഫിയത്തോടെ ഒരു കാര്യത്തിലും ഒരാളുടെ മുമ്പിലും തലകുനിപ്പിക്കാതെ കൈനീട്ടാതെ ഇസ്സത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. അവസാനം മരണം ഖൈറാകുമ്പോൾ നീ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തും സമയത്തും ഇബാദത്തിലായി ആഖിബത്ത് നന്നാക്കി വെള്ളിയാഴ്ച രാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിപ്പിക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.